സ്വാഗതം. ഓരോ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ധാരാളം പേർക്ക് ഒറ്റത്തവണയായി 1600 രൂപ ലഭിക്കുന്നില്ല. 1600 രൂപ 2 പ്രാവശ്യമായാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ആയതിൻ്റെ കാരണമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഉൾപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ എന്നീ 3 ഇനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിലെ നാമമാത്രമായ 8.46 ലക്ഷം പേർക്ക് മാത്രമാണ് NSAP പദ്ധതി പ്രകാരം 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം ലഭിക്കുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര വിഹിതം ഉൾപ്പെടെയുള്ള തുക മുഴുവനും ഒരുമിച്ച് സംസ്ഥാന സർക്കാർ നൽകുകയും കേന്ദ്ര വിഹിതം പിന്നീട് കേന്ദ്ര സർക്കാർ റീഇംബേഴ്സ്മെൻറ്റ് രീതിയിൽ തിരികെ നൽകുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു 2022 ഡിസംബർ വരെ സ്വീകരിച്ചിരുന്നത്. 2023 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പുതിയ നിബന്ധന പ്രകാരം കേന്ദ്ര വിഹിതം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകാമെന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിഹിതം കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയുള്ളതിനാൽ ഇതിന് ആനുപാതികമായ തുക കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് സംസ്ഥാനം മുൻകൂട്ടി നൽകാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് 2023 ജനുവരി മുതൽ സംസ്ഥാന സർക്കാർ പ്രതിമാസം 1600 രൂപ നിരക്കിൽ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ സ്വന്തം ഫണ്ടിൽ നിന്ന് അനുവദിക്കുമ്പോൾ കേന്ദ്ര വിഹിതം ഇല്ലാത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതേ തുക ഒറ്റത്തവണയായി ലഭിക്കുകയും അതേസമയം സംസ്ഥാന വിഹിതവും കേന്ദ്ര വിഹിതവും ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതമായ 1100 മുതൽ 1400 രൂപ വരെ മാത്രം കൃത്യമായി ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതേസമയം കേന്ദ്ര വിഹിതമായ 200 രൂപ മുതൽ 500 രൂപ വരെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുൻകൂറായി നൽകിയിട്ട് പോലും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിൽ കാലതാമസം വരികയാണെന്നും അറിയിച്ചിട്ടുണ്ട്. ചില ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വിഹിതമായ 200 മുതൽ 500 രൂപ സംസ്ഥാന വിഹിതത്തോടൊപ്പം ലഭ്യമാകാത്ത സാഹചര്യമുണ്ടാകുന്നുണ്ട്. നിരവധി തവണ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് പരിഹരിക്കുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല. പഴയ രീതിയിൽ 8,46,456 ഗുണഭോക്താക്കളുടെ കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. സമൂഹത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ 55 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അനുവദിച്ചു വരുന്നുണ്ട്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ NSAP ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേമ പരിപാടിയാണ്. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ക്ഷേമ നടപടികൾ ഏറ്റെടുക്കുക, പൗരന്മാർക്ക് ഉപജീവന മാർഗങ്ങൾ സുരക്ഷിതമാക്കുക തുടങ്ങിയവയാണ് NSAP ലക്ഷ്യമിടുന്നത്. NSAPയുടെ മറ്റു സ്കീമുകളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. NSAPയിൽ ഉൾപ്പെടുന്ന 3 പെൻഷൻ സ്കീമുകളാണ് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ. NSAPയിൽ വരുന്ന ഈ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ ഇപ്പോഴത്തെ പെൻഷൻ തുകയായ 1600 രൂപയിൽ 200 രൂപ കേന്ദ്ര വിഹിതമാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നീ പെൻഷനുകൾ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും
NSAP സ്കീമിൽ ഉൾപ്പെടുന്നില്ല. NSAPയിൽ ഉൾപ്പെടുന്നതിന് പ്രത്യേക മാനദണ്ഡ പ്രകാരമാണ്. പ്രായം, വരുമാനം എന്നീ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ സോഫ്റ്റ്വെയർ, അതായത് പെൻഷൻ സോഫ്റ്റ്വെയർ ആണ് ഗുണഭോക്താക്കളെ വേർതിരിക്കുന്നത്. NSAPയിൽ ഉൾപ്പെടുന്ന വാർദ്ധക്യകാല പെൻഷൻ ഗുണഭോക്താക്കൾ BPLൽ ഉൾപ്പെട്ടവരും പ്രായം 60 വയസ്സ് മുതൽ 79 വയസ്സ് വരെയുള്ളവർക്ക് സ്കീമിൻ്റെ വിഹിതമായി 200 രൂപയും 80 വയസ്സിന് മുകളിൽ പ്രായവും BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമാണെങ്കിൽ NSAP സ്കീം വിഹിതം 500 രൂപയുമാണ്. വിധവാ പെൻഷൻ NSAPയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ പ്രായം 40 വയസ്സ് മുതൽ 59 വയസ്സ് വരെയും BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയും ആണെങ്കിൽ 200 രൂപ വരെ സ്കീമിൻ്റെ വിഹിതമാണ്. വികലാംഗ പെൻഷൻ NSAPയിൽ ഉൾപ്പെടുന്നതിന് പ്രായം 18 മുതൽ 59 വരെയും BPL വ്യക്തിയും ഒന്നിലധികം വൈകല്യമുള്ള വ്യക്തികൾക്കുമാണ് NSAP സ്കീം വിഹിതമായി 200 രൂപ നൽകുന്നത്. NSAP വിഹിതമായ 200 രൂപ കേന്ദ്ര വിഹിതമാണ്. പ്രായത്തിൻ്റെയും വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ NSAPയിൽ ഉൾപ്പെടാത്ത വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നീ ഗുണഭോക്താക്കൾ സംസ്ഥാനത്ത് നിരവധി പേരുണ്ട്. പ്രായത്തിൻ്റെയും വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉദാഹരണത്തിന് BPL വ്യക്തികളല്ലാത്തവർക്ക് കൂടി വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നുണ്ട്. വിധവാ പെൻഷൻ ആണെങ്കിൽ 40 വയസ്സ് തികയാത്തവർക്കും BPL വ്യക്തി അല്ലാത്തവർക്കും, അതുപോലെ വികലാംഗ പെൻഷൻ 18 വയസ്സ് തികയാത്തവർക്കും BPL വ്യക്തി അല്ലാത്തവർക്കും നൽകുന്നുണ്ട്. ഗുണഭോക്താക്കൾ മുമ്പ് പെൻഷന് അപേക്ഷ നൽകിയപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് NSAP ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ക്ഷേമ പെൻഷൻ അനുവദിക്കുമ്പോൾ കേന്ദ്ര വിഹിതം ഇല്ലാത്തവർക്ക് 1600 രൂപയും സംസ്ഥാന വിഹിതം, അതായത് നിലവിൽ NSAP ഗുണഭോക്താക്കൾ ആയവർക്ക് 1400 രൂപയും ഗുണഭോക്താക്കൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയുമാണ് പതിവ്. അതായത് ബാങ്ക് അക്കൗണ്ട് ബേസ്ഡ് പേയ്മെൻറ്റ് ലിങ്ക് സിസ്റ്റം. NSAPയിൽ ഉൾപ്പെടാത്ത ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വിഹിതം ഇല്ലാത്തതിനാൽ 1600 രൂപയോടൊപ്പം 200 രൂപയും ഉൾപ്പെടെ 1600 രൂപയും NSAPയിൽ ഉൾപ്പെട്ടവർക്ക് കേന്ദ്ര വിഹിതം കിഴിച്ച് 1400 രൂപയും പ്രസ്തുത അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ NSAPയിൽ ഉൾപ്പെടുന്നവരുടെ കേന്ദ്ര വിഹിതമായ 200 രൂപ കേന്ദ്ര വിഹിതം ലഭിച്ചാലുടൻ ആധാർ കാർഡ് അവസാനമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ചില ഗുണഭോക്താക്കൾക്കെങ്കിലും വേറെ ബാങ്ക് അക്കൗണ്ട് ആകാൻ സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര വിഹിതമായ ആനുകൂല്യങ്ങൾ ആധാർ ബേസ്ഡ് ലിങ്ക് പേയ്മെൻറ്റ് സിസ്റ്റം വഴിയാണ് നൽകാറ്. കേന്ദ്ര വിഹിതമായ 200 രൂപ 2 ആഴ്ചയോ 1 മാസമോ വൈകിയേക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ടിൽ തന്നെയാവും 2 തുകകളും ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുള്ള പക്ഷം പെൻഷൻ ID നമ്പറുമായി നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ പോയാൽ നിങ്ങളുടെ സംശയം ദൂരീകരിക്കുവാൻ കഴിയുന്നതാണ്.